ഹലോ ഗായ്സ്, അപ്പോൾ സൺഡേ ആയിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം കേട്ടോ. പുറത്ത് പോകണമെന്ന് വെച്ചാൽ അമ്മ വന്നിട്ടുണ്ട് UAE-ന്ന്. അപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാനും ഉണ്ട്, ശ്രുതിയും ഉണ്ട്, ആമിയും ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ആമി ഉറങ്ങി നീറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് അതങ്ങ് ഉറക്കം തെളിഞ്ഞിട്ടില്ല, കണ്ണും ഒന്നുകൊണ്ട് വിരിഞ്ഞു വന്നിട്ടില്ല. അപ്പോൾ ബൈക്കിലിരുന്നിട്ട് വെള്ളം വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വെള്ളത്തിനും വേണ്ടിയിട്ടൊരു കട ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കട കണ്ടത്. അങ്ങനെ ഇവിടുന്ന് ആമിക്ക് വെള്ളവും കിട്ടി. പിന്നെ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ഗീ കേക്കും വാങ്ങിയിട്ടോ. അതും വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അമ്മയ്ക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഗീ കേക്ക് വാങ്ങിയിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ. ഇവിടെയാണ് അമ്മ ഉള്ളത്. അപ്പോൾ ആമി അറിഞ്ഞിട്ടില്ല അമ്മമ്മ വന്ന വിവരം. അപ്പോൾ അവൾ കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ കാണാം. കോളിംഗ് ബെൽ അടിക്കടോ. ആരാണ് പൊന്നു, ആരാണ്? വയ്യാണ്ടേയില്ലേ? അങ്ങനെ പിന്നെ അവൾ കൊണ്ടുവന്ന ഗീ കേക്കൊക്കെ കൊടുത്തു കേട്ടോ അമ്മമ്മയ്ക്ക്. അപ്പോൾ അമ്മമ്മ കഴിക്കണമൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൾക്കൊരു കഷ്ണം വേണമെന്നുണ്ട്. പക്ഷെ മിഠായി ഉള്ളത് കാരണം അത് കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ മേടിച്ചിട്ട് നോക്കി നിൽക്കുകയാണേ. അമ്മയ്ക്കാണെങ്കിൽ ഒന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതാണ് സാരിയിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ പുറത്തൊരു പോണ്ടുണ്ട്. അതിനകത്ത് ഫിഷ് ഉണ്ട്, ചെറിയ ചെറിയ ഫിഷാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ബുദ്ധനൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്. കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ. കണ്ടോ, നല്ല ചെടികൾ തോനെയുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെടികൾ കാണുന്നത്. അയ്യോ ശ്രുതി, ആമിനെ കാണാനില്ല. ഒച്ചയ്ക്ക് ഇത് അഭിമാമിന്റെ അത് തുറന്നു കൊടുക്കി, പാട്ട് വരട്ടെ അവിടെ. എന്തോന്ന് ചെയ്യണാണ് പാട്ട് ജോണി ജോണി കുറവാണ്ടല്ലോ. അഭിമാമ ആമിക്ക് വാങ്ങിയതാണ്. അഭിമാമൻ അല്ലല്ല, ആര് വാങ്ങിയതാ? ഞാൻ പറഞ്ഞില്ലേ ഇനി ഓളെ എത്ര വേണമെങ്കിലും കോപ്പി ഇറക്കിക്കോളൂ. അങ്ങനെ ആമിക്ക് അമ്മമ്മ കൊണ്ടുവന്ന കോളൊക്കെ കിട്ടി. അവൾ ആ മൈക്കിലേക്കാണ് നോക്കി നിൽക്കുന്നത്, വർത്തമാനം പറയുന്നത് കേട്ടിട്ട്. പിന്നെ ചോക്ലേറ്റ് പൊട്ടിക്കണം, കഴിക്കണം, അതും അതിൻ്റെ ഇടയിൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ചോക്ലേറ്റൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാനുള്ള നേരമായി തുടങ്ങിയിരുന്നു. മഴക്കാറൊക്കെ ആയപ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു മിഠായി കഴിക്കുന്നുണ്ട് ആൾ. പിന്നെ ഇങ്ങനെ വരുന്നിടത്താണ് ഇങ്ങനെ സൺസെറ്റിൻ്റെ നേരമാണെന്നുള്ള ആലോചിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് ബീച്ച് പിടിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാനത് വിചാരിച്ചെങ്കിൽ കൂടിയിട്ട് ശ്രുതി അങ്ങോട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. ബീച്ചിലേക്കല്ല, ഹാർബറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്നേ കാണാം ഒരു ചുമന്ന പൊട്ട് പോലെ സൂര്യൻ. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് കാണണം വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഹാർബറിലേക്കുള്ള റോഡാട്ടോ ബസ് വന്നത്. അങ്ങോട്ട് കയറിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ സ്റ്റാൾ പോലത്തെ കടകൾ. അങ്ങനെ കുറച്ചും കൂടി മുന്നിലേക്ക് പോയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് നടക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ വിചാരിച്ചത് തെറ്റായിന്ന് പിന്നെ തോന്നിട്ടോ. കുറേ നടക്കാനുണ്ട് അങ്ങോട്ട്. ഒരു പാലം പോലെയാണ്. ഹാർബർ എന്ന് പറയുമ്പോൾ നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കുകയെന്ന് എനിക്കറിയില്ല. ഒരു പാലം പോലെ കുറേ കടലിൻ്റെ അങ്ങോട്ട് ഇറക്കി കെട്ടിയതാണ്. പക്ഷെ കുറേ നടക്കാനുണ്ട്. കഷ്ടപ്പെട്ടു പോയി. ആമീനെയും വെച്ച് അങ്ങോട്ട് നടന്നപ്പോഴേക്കും ആകെ കിതച്ചു. പക്ഷെ കുറച്ചും കൂടി മുന്നിലേക്ക് പോയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ ചെറിയ ചെറിയ കടകളുണ്ട്. ഐസ്ക്രീം, നെല്ലിക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ, സൺസെറ്റ് ഏകദേശം ആയിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പറയാൻ വാക്കുകളില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഈ വഴി കൂടെയാണ് നടന്നത്. കുറച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മതിയായി. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതൊരു പുതുമയൊന്നുമല്ല കേട്ടോ. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ സൺസെറ്റൊന്നും ഒരു കാര്യമേ അല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ടതിന് ശേഷം എന്ത് ചെയ്തു, കടലിൻ്റെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ആമയും കൊണ്ട്. വരുമ്പോഴേ ഞങ്ങൾ അവിടെ ഇങ്ങനെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണേ. പിന്നെ കുറച്ച് പ്രാവുകളൊക്കെ ഈ അരമതിലിനകത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആമിക്ക് ഒരു ക്രേസ്. അപ്പോൾ ഞങ്ങളൊന്ന് അരമതിലിലേക്കും കയറി. അവിടെ നിന്ന് പ്രാവൊക്കെ പറന്ന് പോയിട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഇടയിൽ കൂടി ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പൂച്ചകളൊക്കെ ഉണ്ട്. മീനൊക്കെ മണക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഈ ബോട്ടുകളൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണ്. ഈ നേരമാകുമ്പോഴേക്കും അവരതവിടെ കൊണ്ടുവന്ന് ഇടുന്നതാണ്. പുലർച്ചെ എങ്ങാനാണ് തോന്നുന്നത് ഫിഷിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പം അച്ഛനും മോളും കൂടി മുന്നിൽ നടക്കുന്നുണ്ട്. ഞാൻ ബാക്കിൽ ക്യാമറ പിടിച്ച് നടക്കുക കേട്ടോ. അങ്ങനെ ആമിക്കൊന്ന് കാല് നനയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി കൊണ്ടുപോയി. ആമി, അമ്മനെ നോക്ക്, അമ്മ ഇവിടെ ഉണ്ട്. ഒന്നുകൂടെ നനച്ചാൽ മതി, അതിന് കൊതിയും തീർന്നോട്ടെ. നനക്കണ അങ്ങനെ അങ്ങനെ കാല് നനക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അത്യാവശ്യം നേരമായിരുന്നു, സൺസെറ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് പോകുമ്പോൾ ഞാൻ ഒന്നും കൂടി ആ ബോട്ടുകളൊക്കെ ഇങ്ങനെ എടുത്തതാണ്. എത്രപ്പോലും ബോട്ടുകളൊക്കെ കിടക്കുന്നതെന്ന് ഇങ്ങനെ കണ്ടപ്പോഴേ എല്ലാം ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ട് പോണ വഴിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കണേ. ബായ്.